ബാക്ക് ടു റോഷ്നൈസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫോറം മാളിൽ പോയി എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിങ്ങോ പരിപാടിയോ ഒന്നുമില്ല, കുറച്ച് സമയം ഒരു ഔട്ടിങ് അത്രമാത്രം ഉദ്ദേശത്തോടെയാണ് പോയത്. നമ്മൾ ഫോറം മാളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ജിയക്കുട്ടി അവിടെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു, അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ഫോറം മാള്. അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുണ്ടന്നൂർ വൈറ്റില ആ റൂട്ടിലാണ് കേട്ടോ ഫോറം മാള്. അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെയാണ് എൻട്രൻസ്. അപ്പം അവിടേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് വെച്ച് സീബ്ര ക്രോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടിയൊക്കെ അതനുസരിച്ചാണ് വണ്ടിയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ മാളിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഷോപ്പുകളാണ് കേട്ടോ. കുക്കീസിൻ്റെ ഷോപ്പുകൾ, ക്യാൻഡീസിൻ്റെ ഷോപ്പുകൾ, അതുപോലെ കേക്ക്സ്, പിന്നെ ബേബീസിൻ്റെ ഡ്രസ്സ് ഐറ്റംസ്, കുട്ടികളുടേത്, ജെൻസിൻ്റെത്, ലേഡീസിൻ്റെ എല്ലാ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ഷോപ്പുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാളിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഹോം സെൻറ്ററിൽ വരാൻ വേണ്ടിയാണ് കേട്ടോ. ഹോം സെൻറ്ററിലും ഉണ്ട്, പിന്നെ ലേഡീസിൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ കയറുക. അപ്പോൾ ഇതൊക്കെ കയറുക, ഇതൊക്കെ കാണുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വീട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ചൊരു ഭയങ്കര ട്രെൻഡാക്കി ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ട് ഇതിനകത്ത് കയറുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഇതൊക്കെ കുഷ്യൻ കവറുകളാണ്. നമുക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫാബ്രിക്സ് വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഐഡിയാസ് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം നമ്മളുടെ ഐഡിയാസും കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റംസ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ ഈ സെൻറ്ററിൽ ഹോം സെൻറ്ററിൽ കയറിയത്. എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ടേബിൾ റണ്ണർ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അടുത്ത നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ മുതൽ നമ്മുടെ ജിയക്കുട്ടിക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര മടിയാണേ. ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ പിന്നെ ഓക്കെ, കുഞ്ഞുങ്ങളല്ലേ, ഇതൊക്കെയല്ലേ ഒരു രസം. അപ്പോൾ പിന്നെ അവൾക്ക് വേണ്ടി ഒരു ഐസ്ക്രീമും ഒരു ബർഗറും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ബർഗറൊക്കെ ഞാനും മടിച്ചാച്ചയും കൂടിയാണ് കഴിച്ചത്. പിന്നെ അവൾക്ക് ഇച്ചിരി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ പേരും പറഞ്ഞ് ഞങ്ങൾ കഴിച്ചു എന്നുള്ളതും വാസ്തവമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയല്ലേ ഒരു രസം. ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ലൈഫ് സ്റ്റൈലിലേക്കാണ് വന്നത് കേട്ടോ. അവിടെ ലാക്മേയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അത്യാവശ്യം ഇത്തിരി കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പം എനിക്ക് അവിടെ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കണമായിരുന്നു. അവിടെ നിന്നൊന്നുമില്ല, എവിടെന്നെങ്കിലും എനിക്കൊരു ലിപ്സ്റ്റിക്ക് മേടിക്കണമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ലാക്മേയുടെ അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചു. ഇത്തിരി കോസ്റ്റ്ലി ആയി പോയി, പിന്നെ ലിപ്സ്റ്റിക് അല്ലേ എന്നോർത്ത് ഞാനങ്ങ് ക്ഷമിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് കേട്ടോ. അപ്പം അവിടുന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഹോക്കിങ്സിൻ്റെ കുക്കറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരെണ്ണം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഞാൻ പേടിച്ചു പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടാക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൽ സ്പീഡിലത്തെ തിരിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ സമയം കിട്ടുന്ന പോലെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.